മലയാളക്കരയിലുള്ള ഏതൊരു യാത്രയും മനോഹരം തന്നെ. ഭാഷയും സംസ്കാരവും പ്രകൃതിയും ചേർന്നൊരുക്കുന്ന ലാവണ്യം എത്ര നുകർന്നാലും മതിവരില്ല. ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ്റെ ജന്മനാട്ടിൽ പലതവണ പോയിട്ടുണ്ട്. ആ മനോഹര തീരത്ത് ഇളവേറ്റിട്ടുമുണ്ട്. എന്നാൽ പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്തുള്ള കുഞ്ചൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനം പുസ്തകത്താളുകളിലൂടെ മാത്രമാണ് അറിയാനായത്. കാലവർഷം കൊടുമ്പിരിക്കൊണ്ട ഒരു പുലർകാലത്തിലാണ് ലക്കിടിയിലേക്ക് തിരിച്ചത്. വാഹനത്തിന് പുറത്ത് മഴ പെയ്തിറങ്ങും പോലെ മനസ്സിൽ ഓർമ്മകളുടെയും നിലവുകളുടെയും വർഷം. തിരുവല്ലാമല വഴിയാണ് കിള്ളിക്കുരിശിമംഗലം എന്ന സൗഭാഗ്യ തീരത്ത് എത്തിയത്. വഴി നീള പച്ചപ്പുകൾ, മഴയുടെ നനവിൽ എല്ലാത്തിനും എന്തൊരു ചാരുത. നേരെ കിള്ളിക്കുരിശിമംഗലം മഹാദേവ ക്ഷേത്ര നടയിലെത്തി. വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തു. വഴിവക്കിൽ വച്ച് കണ്ട ഓമനച്ചേച്ചിയോട് കലക്കത്ത് ഭവനം എവിടെയെന്ന് അന്വേഷിച്ചു. ദാ തൊട്ടപ്പുറത്ത് തന്നെ എന്ന മറുപടിയും കിട്ടി. കിള്ളിക്കുരിശിമംഗലത്തെ മണ്ണു തൊട്ടുന്ന് നെറുകിൽ വച്ച് മലയാള ചരിത്രത്തിൽ ഭാഷയിലും കാഴ്ചയിലും കേൾവിയിലും അനുപമ സംഭാവനകൾ നൽകിയ കവി സാർവഭൗമന്റെ നാട്ടിൽ എത്തിയിരിക്കുകയല്ലേ. ക്ഷേത്രത്തിന് പുറത്ത് മനോഹരമായ വലിയൊരു കുളം. അതിലിറങ്ങി കാലും മുഖവും കഴുകി. ഈ കുളത്തിലാകണം സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ കുളിച്ചിട്ടുണ്ടാകുക. നേരെ നടന്നു ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എങ്കിലും അകത്ത് കയറി തേവരെ വന്ദിച്ചു. കുട്ടിക്കാലത്ത് നിത്യവും നമ്പ്യാരിവിടെ വന്ന് ഭജിക്കാറുണ്ടായിരുന്നു അത്രേ. കടുംതൊടിയുടെ താളത്തിനൊത്ത് നൃത്തമാടുന്ന ഓങ്കാരമൂർത്തിയുടെ ഭജനത്തിൽ നിന്നാകണം നമ്പ്യാർക്കിത്ര താളബോധം ലഭിച്ചത്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചതുപോലെ നമ്പ്യാരും പ്രാർത്ഥിച്ച് കാണണം. പ്രാർത്ഥന വിഫലമായില്ല. അത് നമ്പ്യാരുടെ മാത്രം ഭാഗ്യമായല്ല, മലയാളക്കരയുടേതും ആയിത്തീർന്നു. അങ്ങനെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മൃതികൾ ഉറങ്ങുന്ന കലക്കത്ത് ഭവനത്തിലെത്തി. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇന്നീ ഭവനം. പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. അതിനാൽ സ്മൃതി മണ്ഡപം അടഞ്ഞുകിടക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ വെയിലും മഴയും മഞ്ഞും കൊണ്ട് രാവുകളും പകലുകളും താണ്ടി വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുന്ന കലക്കത്ത് ഭവനം കണ്ടു. അതിനകത്ത് പ്രവേശിച്ചു. ചുമരുകളെല്ലാം മണ്ണും ഉമിയും ശർക്കരയും ചേർത്ത് നിർമ്മിച്ച ഒരു മിശ്രിതത്താൽ തേച്ചു മിനുക്കിയവയാണ്. എല്ലാത്തിനും ചുവപ്പ് കലർന്ന ഒരു മഞ്ഞ രാശിയാണുള്ളത്. ദാ ഇതൊരു നാലുകെട്ടാണ്. മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. നാലുകെട്ടിനകത്ത് നിന്ന് നോക്കിയാൽ ആകാശം കാണാം. അതിലൂടെ മഴനാരുകൾ അകത്തേക്ക് പെയ്തിറങ്ങുന്നുണ്ട്. വൈദ്യുതി ഇല്ലാത്തതിനാൽ അകത്ത് വെളിച്ചത്തേക്കാൾ ഏറെ ഇരുട്ടാണ്. മഴ മാറി സൂര്യൻ തെളിയുമ്പോൾ നിഴൽ രൂപങ്ങൾ അകത്തു കാണാം. ഇവിടെ സുരക്ഷിതമായി ഒരു പഴയ മിഴാവിരിക്കുന്നു. പണ്ട് ചാക്യാർകൂത്തിന് നമ്പ്യാർ വായിച്ച മിഴാവാണ്. ആ കരസ്പർശത്തിൻ്റെ ഓർമ്മകളുമായി 4 നൂറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് മിഴാവ് നിലകൊള്ളുന്നു. ഒരു മുറിക്ക് മുൻപിലായി കവി ജനിച്ച മുറി എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഒരു കൊച്ചുമുറി, തറയും മണ്ണ് പാകിയത് തന്നെ. അതിനുമുണ്ട് അഴികൾ പാകിയ ജാലകങ്ങൾ. അടുക്കളയോട് ചേർന്നൊരു കൊത്തളം. അതിനരികിലായി ഒരടുക്കള കിണർ. പഴയ തറവാടിൻ്റെ ഓർമ്മകളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഒരു തുടി അനക്കമറ്റ് കിണറിനുള്ളിലേക്ക് നോക്കി നിശബ്ദമായി ഇരിപ്പുണ്ട്. കവിയും കാലവും പോയപ്പോൾ തുടിക്കും ശബ്ദം നഷ്ടമായി. ജാലകങ്ങളെല്ലാം പഴമയുടെ അഴികൾ പാകിയതാണ്. അഴികൾക്കിടയിലൂടെ നോക്കിയാൽ പുറം ലോകം കാണാം, വെളിച്ചം കാണാം. അകത്ത് ഇടനാഴികളുണ്ട്. ഓരോന്നും ഓരോ മുറിയിലേക്ക് നീളുന്നവ. ഒരു മുറിയിൽ ശീതങ്കൻ തുള്ളൽ, മറ്റൊന്നിൽ പറയൻ തുള്ളൽ, വേറൊന്നിൽ ഓട്ടൻ തുള്ളൽ എന്നിവയുടെ പഴയകാല ശില്പങ്ങൾ. ഇനി മുകളിലേക്ക് കയറാം. ഞരക്കമുള്ള മരപ്പലകളാൽ നിർമ്മിച്ച പഴകിയതും ഇടുങ്ങിയതുമായ ഒരു ഗോവണി. ഇടറി വീഴാതിരിക്കാൻ കൈവരികളിൽ പിടിച്ച് ശ്രദ്ധാപൂർവം മുകളിൽ കയറി. മുറികളുണ്ടിവിടെ. അതിനു മുകളിലേക്കുമുണ്ട് മച്ചിട്ട മുറി. അവിടേക്കെത്താൻ വീണ്ടും ഗോവണിപ്പടികൾ കയറണം. കുഞ്ചൻ നമ്പ്യാർ എന്ന എക്കാലത്തെയും അതുല്യ പ്രതിഭയ്ക്ക് ജനിക്കാനും വളരാനും ഇടം നൽകിയ വീടും മണ്ണും.
കവിതയുടെ വൈവിധ്യമാർന്ന ശാഖകളിലായി 40-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചു. തുള്ളലെന്ന കലയെ മലയാളത്തിന് സംഭാവന ചെയ്തു. സമൂഹത്തെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, നേർവഴി കാട്ടി. ഭാഷയുള്ളിടത്തോളം കാലം മറക്കാനാകാത്ത ചൊല്ലുകൾ നൽകി. പലതും പതിരില്ലാത്ത പഴം ചൊല്ലുകളായി. മഴ പെയ്ത് അടങ്ങുന്നതിന് കാത്തു നിൽക്കാതെ മനോജ്ഞമായ പടിപ്പുരയും കടന്ന് കലക്കത്ത് ഭവനത്തോട് നിശബ്ദമായി യാത്ര പറഞ്ഞിറങ്ങി. ഇവിടെയുണ്ടായിരുന്നു ഒരു കവി. ഒരു കവിയല്ല, മഹാകവി. ഭാഷയുടെ ഹൃദയഭിത്തികളിൽ സമ്മിശ്ര വികാരങ്ങളുടെ വർണ്ണാക്ഷരങ്ങൾ കൊണ്ട് കവിത എഴുതിയ കവി. മരിക്കാത്ത മലയാളത്തിൻ്റെ മരണമില്ലാത്ത കവി.